أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നും ഞാൻ തബൂക്ക് യുദ്ധത്തിൻ്റെ സംഭവങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളാണ് വിവരിക്കുന്നത്. ജദ് ബിൻ ഖൈസ് എന്ന വ്യക്തിയുടെ സംഭവം വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഇയാളും കപടവിശ്വാസികളിൽ ഒരാളായിരുന്നു. അബ്ദുല്ല ബിൻ ഉബയ്യിന് ശേഷം കപടവിശ്വാസികളുടെ മറ്റൊരു വലിയ നേതാവായിരുന്നു. അബ്ദുല്ല ബിൻ ഉബയ്യുമായി ചേർന്ന് പലതരം ഗൂഢാലോചനകളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നു. ഹുദൈബിയ സന്ധിയുടെ സമയത്തുപോലും പ്രതിജ്ഞ എടുക്കാതിരുന്നത് ഇയാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഹാജരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ ഒഴുകഴിവും ഇയാൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഒഴുകഴിവ് വിചിത്രവും അനാവശ്യവുമായ ഒന്നായിരുന്നു. എഴുതിയിരിക്കുന്നു, തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ബനു സൽമയുടെ നേതാവായിരുന്ന ജദ് ബിൻ ഖൈസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ ജദ്, നിങ്ങൾ ഈ വർഷം ബനു അസ്ഫറുമായുള്ള, അതായത് റോമക്കാരുമായുള്ള ജിഹാദിൽ പങ്കെടുക്കുമോ? അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒഴിവ് നൽകുക. എന്നെ കുഴപ്പത്തിൽ ആക്കരുത്, എന്നെ ഫിത്നയിലാക്കരുത്. അള്ളാഹു ആണ് സത്യം. സ്ത്രീകളെ അതിയായി ആഗ്രഹിക്കുന്ന എന്നെക്കുറിച്ച് എൻ്റെ ഗോത്രത്തിന് നന്നായി അറിയാം. ബനു അസ്ഫറിൻ്റെ സ്ത്രീകളെ കണ്ടാൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ അനാവശ്യമായ മറുപടി കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും, ശരി, പോയിക്കൊള്ളൂ, നിനക്ക് അനുമതിയുണ്ട്, നീ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മകനും ബദരി സഹാബിയും അതീവ വിശ്വസ്തനുമായ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജദ് പിതാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, താങ്കൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ക്ഷണം നിരസിച്ചത്? അള്ളാഹു ആണ് സത്യം. ബനു സൽമയിൽ താങ്കളെക്കാൾ ധനികൻ മറ്റാരുമില്ല. താങ്കൾ സ്വയം പുറപ്പെടുന്നില്ല, മറ്റൊരാൾക്ക് വാഹനം ഒരുക്കി കൊടുക്കുന്നുമില്ല, അതായത് ഒരു മുജാഹിദിന് യാത്രാ സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നില്ല. അയാൾ മറുപടി നൽകി, എൻ്റെ മകനെ, ചൂടുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന ഈ സമയത്ത് ഞാൻ എന്തിന് ബനു അസ്ഫറിൻ്റെ അടുത്തേക്ക് പോകണം? എൻ്റെ മകനെ, വീട്ടിലിരിക്കുമ്പോൾ പോലും റോമക്കാരെ പേടിച്ച് ഞാൻ വിറക്കുകയാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളോട് യുദ്ധം ചെയ്യാൻ ഞാൻ എങ്ങനെ അവിടെ നാട്ടിലേക്ക് പോകും? ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഭയപ്പെടുന്നു. മകനെ, അള്ളാഹു ആണ് സത്യം. ഞാൻ വലിയ ബുദ്ധിമാനും അനുഭവജ്ഞനുമാണ്. യുദ്ധങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല അറിവുമുണ്ട്. സൂപ്പർ പവറായ റോമുമായി യുദ്ധം ചെയ്യുന്നത് വിവേകമല്ല എന്നാണ് അയാൾ പറയാൻ ശ്രമിച്ചത്. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ മകൻ കോപാകുലനായി പറഞ്ഞു, ഇല്ല, അള്ളാഹുവാണ് സത്യം. താങ്കൾ യുദ്ധത്തിന് പോകാത്തത് കപടവിശ്വാസം കാരണമാണ്. അള്ളാഹുവാണ് സത്യം. താങ്കളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് തീർച്ചയായും
ഖുർആൻ അവതരിക്കുന്നതായിരിക്കും. അപ്പോൾ പിതാവ് തൻ്റെ ചെരിപ്പെടുത്ത് മകൻ്റെ മുഖത്തടിച്ചു. മകൻ മടങ്ങിപ്പോവുകയും അതിനുശേഷം അദ്ദേഹവുമായി സംസാരിക്കാതിരിക്കുകയും ചെയ്തു. ജദ്ദബിന് കൈസിനെക്കുറിച്ച് ഈ ആയത്ത് അവതരിച്ചു എന്ന് നിവേദനത്തിലുണ്ട്. വമിൻഹും മൻ യഖൂലു ആസിൻ ലി വലാ തഖ്തനി. അവരിലൊരു വിഭാഗമുണ്ട്, അവർ പറയും, എനിക്ക് ഒഴിവ് തരിക, എന്നെ കുഴപ്പത്തിലാക്കരുത്. പിൽക്കാലത്ത് അയാൾ പശ്ചാത്തപിക്കുകയും നല്ല നിലയിൽ മടങ്ങുകയും ചെയ്തു എന്നും ഹസ്രത്ത് ഉസ്മാൻ്റെ ഖിലാഫത്ത് കാലത്ത് മരണപ്പെട്ടു എന്നും പറയപ്പെടുന്നു. പിന്നീട് കപടത ഇല്ലാതാവുകയും കുറച്ച് മുസ്ലിം ആവുകയും ചെയ്തു. ഗൂഢാലോചനക്കാരായ ആളുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടി ഈ യുദ്ധത്തെ സംബന്ധിച്ചും ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ മുമ്പും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു കേന്ദ്രമുണ്ടായിരുന്നു. ആ കേന്ദ്രം ഇല്ലാതാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിൽ എഴുതിയിരിക്കുന്നു, മദീനയിൽ കപടവിശ്വാസികളും ജൂതന്മാരും ഈ ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടിരുന്നു. അതായത് തെറ്റായ കിംവദന്തികൾ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളുടെ ധൈര്യം കെടുത്താൻ ശ്രമിക്കുകയും മുസ്ലിങ്ങളെ യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് ശക്തമായി തടയാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനായി അവർ പലതരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആത്മാർത്ഥതയും ശക്തമായ ഈമാനുമുള്ള വിശ്വാസികൾ കപടവിശ്വാസികളുടെ ഈ വൃത്തികെട്ട സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെന്ന് മാത്രമല്ല, അവരെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ ആളുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ എത്തിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാരുണ്യവും വാത്സല്യവും കാരണം ഈ ആളുകളോട് ക്ഷമിച്ചിരുന്നു. എന്നാൽ വ്യവസ്ഥയ്ക്കെതിരെ അപകടകരമായ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാകുമ്പോൾ അത് വലിയ തന്ത്രജ്ഞതയോടെ, എന്നാൽ കാർക്കശ്യത്തോടെ ഇല്ലാതാക്കാൻ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ അടിസ്ഥാന തത്വം ഓർമ്മിച്ചിരിക്കണം. വ്യവസ്ഥിതിക്കെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ കാർക്കശ്യം കാണിക്കും, പിന്നെ അവിടെ സൗമ്യതയ്ക്ക് സ്ഥാനമില്ല. ഇത്തരത്തിലുള്ളൊരു നടപടി ഈ സന്ദർഭത്തിലും സ്വീകരിക്കുകയുണ്ടായി. ഒരു നിവേദനത്തിൽ പറയുന്നു, കപടവിശ്വാസികൾ ജാസൂമിൻ്റെ അടുത്തുള്ള സൈലം എന്ന ജൂതൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നുണ്ടെന്നും അവർ തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്നുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചു. ഇതിലെ ബീർ ജാസിം എന്നും പറയും. ഇത് മദീനയിലൊരു കിണറായിരുന്നു. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് പോകാതിരിക്കാൻ മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാത്തരം നെഗറ്റീവ് പ്രചാരണങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ഗൂഢാലോചനകളും മദീനയിൽ വെച്ച് ഇവിടെയാണ് തയ്യാറാക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് തൽഹ ബിൻ ഉബൈദില്ലയെ ചില ആളുകളോടൊപ്പം അങ്ങോട്ട് അയക്കുകയും സൈലമിൻ്റെ വീട് കത്തിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതായത് തകർത്ത് നശിപ്പിക്കുക, കത്തിക്കുക. അവ കളിമണ്ണ് കൊണ്ടുള്ള വീടുകളായിരുന്നു. ഹസ്രത്ത് തൽഹ അതുപോലെ തന്നെ ചെയ്തു. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഭയന്നോടിപ്പോയി. ഓടിപ്പോയവരിൽ ഒരാളായിരുന്നു കപടവിശ്വാസികളോട് ചേർന്ന് നിന്നിരുന്ന ലഹാഖ് ബിൻ ഖലീഫ. അവൻ വീടിൻ്റെ മേൽക്കൂരയിൽ കയറി അതിൻ്റെ പിൻഭാഗത്തു നിന്ന് താഴേക്ക് ചാടി. അതിൻ്റെ ഫലമായി അവൻ്റെ കാലും കൈത്തണ്ടയും ഒടിഞ്ഞു. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യവും വിട്ടുവീഴ്ചയും ഇവിടെയും മിഴിച്ചു നിൽക്കുന്നതായി കാണാം. അവിടുന്ന് അവരിൽ ആരെയും പിടികൂടാൻ കൽപ്പിച്ചില്ല, കൂടുതൽ ശിക്ഷയൊന്നും നൽകിയതുമില്ല. എന്നിരുന്നാലും ഗൂഢാലോചനകളുടെ ആ താവളം, അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലാതാക്കുകയുണ്ടായി. തബൂക്കിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാവരും ഒരുക്കങ്ങളിലായിരുന്നു. യാത്രാ ചെലവുകൾക്കായി സാമ്പത്തിക ത്യാഗങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. പാവപ്പെട്ടവരും നിരാലംബരുമായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഹാജരാകുമ്പോൾ അവർക്ക് ഒരുക്കങ്ങൾക്കായി സഹായം നൽകിയിരുന്നു. അതുപോലെ കഴിവുള്ള ആളുകൾ യാത്ര ചെയ്യാൻ വാഹനമില്ലാത്ത സ്വഹാബികൾക്ക് വാഹനങ്ങൾ നൽകിയിരുന്നു. കാരണം വാഹനമില്ലാതെ ഈ യാത്ര സാധ്യമല്ലായിരുന്നു. കൂടാതെ ശക്തിയുള്ളവനും യാത്രയുടെ പ്രയാസം സഹിക്കാൻ കഴിവുള്ളവനും വാഹനവും യാത്രാഭക്ഷണവും ലഭിക്കുന്നവനുമായ വ്യക്തി മാത്രമേ ഞങ്ങളുടെ കൂടെ പോകാവൂവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തിരുന്നു.
ഈ സന്ദർഭത്തിൽ ചില സഹാബികൾ കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹാജരായി. അവർ അങ്ങയോട് യാത്രാവാഹനം നൽകാൻ അഭ്യർത്ഥിച്ചു. അവർക്കത് ആവശ്യമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ യാത്രയാക്കാൻ എൻ്റെ അടുക്കൽ ഇപ്പോൾ ഒന്നുമില്ല. ഇത് കേട്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി. ഈ സഹാബികളുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയുടെയും നിസ്സഹായാവസ്ഥയുടെയും ഈ അവസ്ഥ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു. വല അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി തവല്ലൗ വഅയുനുഹും തഫീസു മിനദ്ദമ്മി ഹസനൻ അല്ലാ യജിദ് മാ യുൻഫിഖൂൻ. യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് നിന്റെ അരികിൽ വന്നവരുടെ മേൽ കുറ്റമൊന്നുമില്ല. അവർ വന്നത് നിനക്ക് അവർക്ക് വാഹനം നൽകാനായിട്ടായിരുന്നു. അപ്പോൾ നീ മറുപടി നൽകി, നിങ്ങളെ യാത്രയാക്കാൻ എൻ്റെ അടുക്കൽ ഒന്നുമില്ല. ഈ മറുപടി കേട്ട് അവർ മടങ്ങിപ്പോയി. കൂടാതെ ദൈവമാർഗത്തിൽ ചെലവഴിക്കാൻ തങ്ങളുടെ പക്കൽ ഒന്നുമില്ലല്ലോ എന്ന ദുഃഖം കാരണം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഇത് സൂറത്ത് തൗബയിലെ ഒരായത്താണ്. ഈ ദുരിതം കാരണം അവർ അമിതമായി കരഞ്ഞതുകൊണ്ട് ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ അവർ ബുക്കാവുൻ, അതായത് ഏറെ കരഞ്ഞവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ എണ്ണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ഗ്രന്ഥങ്ങളിൽ 18ഓളം പേരുകൾ കാണുന്നുണ്ടെങ്കിലും 7 പേരുടെ പേരുകളിലാണ് കൂടുതൽ പേർക്കും യോജിപ്പുള്ളത്. സാലിം ബിൻ ഉമൈർ, ഉർവ ബിൻ സൈദ്, അബു ലൈല, അബ്ദുറഹ്മാൻ ബിൻ കാബ്, അമർ ബിൻ ഹമാം, അബ്ദുല്ല ബിൻ മുഗഫൽ, മുസനി, ഹർമി ബിൻ അബ്ദുല്ല, അർബാസ് ബിൻ സാരിയൻ എന്നിവരാണ് അവരിൽ ഉൾപ്പെടുന്നവർ. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹസരത്ത് യാമീൻ ബിൻ ഉമൈർ ബിൻ കാബ് നളരി ഹസരത്ത് അബു ലൈല അബ്ദുറഹ്മാൻ ബിൻ കാബും ഹസരത്ത് അബ്ദുല്ല ബിൻ മുഖ്ഫലുമായി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവർ രണ്ടുപേരും കരയുകയായിരുന്നു. എന്തിനാണ് കരയുന്നതെന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിരുന്നു. ഞങ്ങൾക്ക് വാഹനം നൽകാൻ അവിടുത്തോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അവിടെ ഞങ്ങൾക്കൊരു വാഹനവും ലഭിച്ചില്ല. ഞങ്ങളുടെ കൈവശം വാഹനം സ്വന്തമായി ഏർപ്പാട് ചെയ്യാനുള്ള ധനം ഇല്ലതാനും. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദിന് പോകാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം അവർക്ക് വെള്ളം ചുമക്കുന്ന ഒരൊട്ടകത്തെ നൽകി. അവർ രണ്ടും അതിൽ ഇരിപ്പിടം ഒരുക്കി. കൂടാതെ അദ്ദേഹം യാത്രാഭക്ഷണമായി കുറച്ച് ഈത്തപ്പഴവും അവർക്ക് നൽകി. അങ്ങനെ ആ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജിഹാദിനായി പുറപ്പെട്ടു. അങ്ങനെയാണ് അവർക്ക് സൗകര്യം ലഭിച്ചത്. അതുപോലെ ഹസരത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം 2 സഹാബികൾക്ക് വാഹനവും യാത്രാഭക്ഷണവും നൽകി. ബാക്കിയുള്ള 3 പേർക്ക് ഹസരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാഹനവും യാത്രാഭക്ഷണവും നൽകി. അങ്ങനെ 7 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. അതുപോലെ ഹസരത്ത് അബു മൂസ അശരിയുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വാഹനം ആവശ്യപ്പെട്ടു. അവരും 6 പേരുണ്ടായിരുന്നു. അവർ ഹസരത്ത് അബു മൂസ അശരിയെ തങ്ങളുടെ പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. അവിടുന്ന് അവരോടും അവർക്ക് നൽകാൻ തൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ബുഖാരിയുടെ ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, അവർക്ക് നൽകാൻ തൻ്റെ പക്കൽ ഒന്നുമില്ലെന്ന് അവിടെ സത്യം ചെയ്തു പറഞ്ഞു. ഇത് കേട്ട് അവർ കരഞ്ഞുകൊണ്ട് അവിടുന്ന് മടങ്ങി. എന്നാൽ ഇതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് സഅദ് ബിൻ ഉബാദയിൽ നിന്ന് ഒട്ടകങ്ങളെ വാങ്ങുകയും ഹസരത്ത് അബു മൂസ അശരിയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അവിടുന്ന് പറഞ്ഞു, ഈ ഒട്ടകങ്ങളെ കൊണ്ടുപോയി നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും നൽകുക. ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഹസരത്ത് അബു മൂസ അശരി തന്നെ വിവരിക്കുന്നുണ്ട്. ബുഖാരിയിലുള്ളത് ഇങ്ങനെയാണ്. ഹസരത്ത് അബു മൂസ അശരി പറയുന്നു, ചില അശരി ആളുകളോടൊപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, അവിടുത്തോട് വാഹനം ചോദിക്കാൻ വേണ്ടി. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ നിങ്ങൾക്ക് വാഹനം നൽകില്ല. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ തരാൻ എൻ്റെ അടുക്കൽ മൃഗങ്ങളില്ല.
അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ യുദ്ധമുതലുകളായി ഒട്ടകങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ആ അശ്വരി ആളുകളെവിടെ എന്ന് ചോദിക്കുകയും 5 വെളുത്ത കൂനുള്ള ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പോയപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ ചെയ്ത കാര്യം ഒരിക്കലും ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കില്ല. ഞങ്ങൾ ഇപ്രകാരം ചിന്തിച്ച് അവിടുത്തെ അടുക്കൽ മടങ്ങിപ്പോയി പറഞ്ഞു, ഞങ്ങൾ അങ്ങയോട് വാഹനം അഭ്യർത്ഥിച്ചു. അപ്പോൾ അങ്ങ് സത്യം ചെയ്തു പറഞ്ഞു വാഹനം നൽകില്ലെന്ന്. വാഹനം നൽകില്ലെന്ന് അങ്ങ് സത്യം ചെയ്തത് മറന്നുപോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനല്ല നിങ്ങൾക്ക് വാഹനം നൽകിയത്, മറിച്ച് അള്ളാഹുവാണ് നിങ്ങൾക്ക് വാഹനം നൽകിയത്. അള്ളാഹുവാണ് സത്യം. ഞാൻ ഒരു ശപഥം ചെയ്യുകയും അതിനുശേഷം അതിനേക്കാൾ നല്ലൊരു കാര്യം കാണുകയും ചെയ്താൽ ആ നല്ല കാര്യം ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ചെയ്ത ശപഥത്തിന് പ്രായശ്ചിത്യം നൽകുകയും ചെയ്യും. ഞാൻ ശപഥം ചെയ്തിരുന്നെങ്കിലും പിന്നീട് സൗകര്യമൊത്തു വന്നപ്പോൾ ആ ഏർപ്പാട് ചെയ്തത് അള്ളാഹുവാണല്ലോ. ഇനി അത്തരമൊരു ശപഥം ചെയ്തതായ സംശയം എന്നെ ഗ്രസിച്ചാൽ തന്നെയും അതിനേക്കാൾ നല്ലൊരു കാര്യം മുന്നിൽ വന്നാൽ ഞാൻ ആ ശപഥം അവസാനിപ്പിച്ച് അതിന് പ്രായശ്ചിത്യം ചെയ്യും. മറ്റൊരു നിവേദനത്തിൽ ഹദ്റത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചത് അവർക്ക് വേണ്ടി വാഹനങ്ങൾ ചോദിക്കാനാണ്. കാരണം അവരും തിരുമേനിയോടൊപ്പം ജയ്ഷെ ഉസറയിൽ, അതായത് തബൂക്ക് യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ കൂട്ടുകാരെന്നെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചത് ഞങ്ങൾക്ക് വാഹനങ്ങൾ നൽകാനാണ്. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നിങ്ങൾക്ക് നൽകാൻ എൻ്റെ പക്കൽ ഒരു വാഹനവുമില്ല. യാദൃച്ഛികമെന്ന് പറയട്ടെ, അവിടുന്ന് അല്പം നീരസത്തിലായിരുന്ന സമയത്താണ് ഞാൻ അപേക്ഷിച്ചത്. അതെനിക്കറിയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഷേധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നോട് മനസ്സിൽ നീരസം തോന്നുമോ എന്ന ഭയത്തിലും ഞാൻ ദുഃഖിതനായി മടങ്ങി. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് തിരിച്ചെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെ അറിയിച്ചു. താമസിയാതെ ഞാൻ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നത് കേട്ടു, അബ്ദുല്ലാ ബിൻ ഖൈസ്. ഞാൻ മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് പോവുക, അവിടുന്ന് നിങ്ങളെ വിളിക്കുന്നു. അവിടെ ആളുകളെ വിളിക്കാനുള്ള രീതി അതായിരുന്നു. ലൗഡ് സ്പീക്കർ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് അറിയിച്ചിരുന്നത്. ഞാൻ അവിടുത്തെ അടുത്ത് വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഈ ഒട്ടകങ്ങളുടെ ജോഡികൾ എടുത്തുകൊള്ളുക. ഈ ജോഡികൾ, അതായത് 6 ഒട്ടകങ്ങൾ, അവിടുന്ന് ഹസ്രത്ത് സഅദിൽ നിന്ന് അപ്പോൾ തന്നെ വാങ്ങിയതായിരുന്നു. അവിടുന്ന് പറഞ്ഞു, പോയിക്കൊള്ളൂ, ഇത് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുക്കൽ കൊണ്ടുപോവുക. അവരോട് പറയുക, അള്ളാഹു, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഇവ നിങ്ങൾക്ക് സവാരി ചെയ്യാനായി നൽകിയിരിക്കുന്നു. ഇവയിൽ കയറി യാത്ര ചെയ്യുക. അങ്ങനെ ഞാൻ ആ ഒട്ടകങ്ങളുമായി അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒട്ടകങ്ങൾ നിങ്ങൾക്ക് സവാരിക്കായി നൽകിയിരിക്കുന്നു. പക്ഷേ അള്ളാഹുവാണ് സത്യം, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ട വ്യക്തിയുടെ അടുത്തേക്ക് എൻ്റെ കൂടെ വരുന്നതുവരെ ഞാൻ നിങ്ങളെ ഇവയിൽ കയറി സഞ്ചരിക്കാൻ വിടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാത്തൊരു കാര്യം ഞാൻ സ്വന്തമായി പറഞ്ഞു എന്ന് നിങ്ങൾ കരുതരുതല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് നിഷേധിച്ചു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഒട്ടകങ്ങൾ കൊണ്ടുവന്നതോടെ താൻ ആദ്യം പറഞ്ഞത് സ്വന്തമായ നിലയിലാണെന്ന് അവർ ധരിക്കാതിരിക്കാൻ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളിൽ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇതാണ് മറുപടി നൽകിയത്. പിന്നീട് ഒട്ടകങ്ങൾ ഏർപ്പാടാക്കി എന്നതിന് അവന് സാക്ഷിയായി ഇരിക്കട്ടെ. എന്തായാലും ആളുകൾ പറഞ്ഞു, ഞങ്ങൾ താങ്കളെ സത്യവാനായി കരുതുന്നു. താങ്കൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ തീർച്ചയായും ചെയ്യും. ഹസ്രത്ത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് കുറച്ച് ആളുകളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, അതായത് ആദ്യം നിഷേധിച്ചതും പിന്നീട് നൽകിയതുമായ സംസാരം കേട്ടവരുടെ അടുത്ത് വന്നു. അബൂ മൂസ അവരോട് പറഞ്ഞത് തന്നെ അവർ ഇവരോടും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശപഥത്തെക്കുറിച്ചുള്ള ഇതിൻ്റെ വിശദീകരണവും അതിൻ്റെ കാരണവും ശപഥത്തിൻ്റെ പ്രാധാന്യവും മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യമുയരുന്നു.
തിരുമേനിയുടെ അടുക്കൽ വാഹനമില്ലായിരുന്നെങ്കിൽ അള്ളാഹു ആണ് സത്യം, ഞാൻ നിങ്ങൾക്ക് വാഹനം നൽകില്ല എന്ന് അവിടുന്ന് എന്തിനാണ് ശപഥം ചെയ്തത്? ഖുർആൻ കരീം, ഹദീസുകൾ, ചരിത്രം എന്നിവയിൽ നിന്ന് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ അടുക്കൽ വാഹനമുണ്ടായിരുന്നില്ല എന്നാണ്. ഉള്ള ഒരു കാര്യം നൽകാൻ വിസമ്മതിക്കുന്നെങ്കിലല്ലേ ശപഥം ചെയ്തു പറയുന്നതിൽ അർത്ഥമുള്ളൂ. ഞാൻ ചന്ദ്രൻ്റെ അടുത്ത് പോകില്ല, അല്ലെങ്കിൽ ഞാൻ സൂര്യൻ്റെ അടുത്ത് പോകില്ല എന്നാർക്കെങ്കിലും ശപഥം ചെയ്യാൻ കഴിയുമോ? അതുപോലെ ഞാൻ ഒരൊറ്റ തവണ കൊണ്ട് ഒരാനയെ വിഴുങ്ങില്ല എന്നാരെങ്കിലും ശപഥം ചെയ്യുമോ? അതുപോലെ അവിടുത്തെ അടുക്കൽ വാഹനമില്ലാതിരുന്നിട്ടും എന്തിനാണ് ശപഥം ചെയ്തത്? ഇതിൻ്റെ മറുപടി ഇതാണ്: അപരിഷ്കൃതരും സാംസ്കാരികമായി പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്തവരുമായ ആളുകൾ ശപഥം ചെയ്യാതെ മറ്റൊരാളുടെ വാക്ക് വിശ്വസിക്കില്ല. നമ്മുടെ അടുക്കൽ ചിലപ്പോൾ ആളുകൾ വന്ന് ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു തരിക എന്ന് പറയും. ഞങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയും നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയും. അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും കഴിയില്ലെന്ന് കള്ളം പറയുകയാണെന്ന് അവർ കരുതുന്നു. ഇതുപോലെ ആ ആളുകളും അപരിഷ്കൃതരും സംസ്കാരമില്ലാത്തവരുമായിരുന്നു. അവർ പുതിയതായി വന്നവരുമായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത, മാന്യത, മഹത്വം, ഉന്നതമായ സ്വഭാവം എന്നിവയെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. അവിടുന്ന് എൻ്റെ അടുക്കൽ വാഹനമില്ല എന്ന് പറഞ്ഞപ്പോൾ വാഹനം ഉണ്ട്, പക്ഷെ അവിടുന്ന് നിഷേധിക്കുകയാണ് എന്ന് അവർ കരുതി. അതുകൊണ്ട് അവർ നിർബന്ധിച്ചു, അങ്ങൊരു രാജാവാണ്, അങ്ങയുടെ അടുക്കൽ വാഹനങ്ങളില്ലാതിരിക്കുമോ? കൂടാതെ അറബികളുടെ ശീലമെന്തെന്നാൽ ശപഥം ചെയ്യാതെ അവർക്കൊരു കാര്യത്തിലും തൃപ്തി വരാറില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വല്ലാഹി, ബില്ലാഹി, തുമ്മത്തല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവരുടെ വാഹനം ചോദിച്ചുള്ള നിർബന്ധത്തിന് ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തെന്നാൽ അവിടുന്ന് ശപഥം ചെയ്യുക എന്നതാണ്. ഈ ആളുകൾ അവിടുത്തെ മറുപടിയെ ഒരു ഒഴികഴിവായി കരുതിയതുകൊണ്ട് അവിടുന്ന് അവരുടെ തൃപ്തിക്ക് വേണ്ടിയും അവരിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയും ശപഥം ചെയ്തു. അവർ പോയപ്പോൾ പിന്നീട് വാഹനം വന്നു. അവിടുന്ന് അവരെ വീണ്ടും വിളിച്ച് അവർക്ക് വാഹനം നൽകുകയും ചെയ്തു. അതുകൊണ്ട് ആ ശപഥം സൂചിപ്പിച്ചത് എൻ്റെ സമയം പാഴാക്കരുത് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ച ഒരു രീതിയായിരുന്നു ഇത്. വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ സമയം പാഴാക്കരുത്, നിർബന്ധിക്കരുത് എന്നാണ് അവിടുന്ന് പ്രകടിപ്പിച്ചത്. വാഹനം നൽകിയതോ അത് നന്മ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. ആ അവസരം പാഴാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. ഞാൻ നേരത്തെ ഓതിയ സൂറ തോബയിലെ 92-ാം വചനത്തെക്കുറിച്ച് മുസ്ലിം മുതൽ തലാൻഹു വിവരിച്ചത് ഇപ്രകാരമാണ്: വല അലല്ലദീന ഇദാ മാതൂക ലി തഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി തവല്ലൗ വഅയുനുഹും തഫീസു മിനദ്ദമ്മി ഹസനൻ അല്ലാ യജിദു മാ യുൻഫഖൂൻ. യുദ്ധത്തിനായി ഏതെങ്കിലും വാഹനത്തിൽ കയറി അവരെ കയറ്റി അയക്കാൻ വേണ്ടി അവർ നിന്റെ അരികിൽ വരുമ്പോൾ ആ ആളുകളുടെ മേൽ ഒരു കുറ്റവുമില്ല. അപ്പോൾ നീ അവർക്ക് മറുപടി നൽകുന്നു, നിങ്ങളെ കയറ്റി അയക്കാൻ എനിക്ക് യാതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ഈ അവസ്ഥയിൽ മടങ്ങിപ്പോകുന്നു. അവർക്ക് ദൈവമാർഗത്തിൽ ചെലവഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന ദുഃഖത്താൽ അവരുടെ കണ്ണുകൾ കണ്ണുനീരൊഴുക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ അവിടുന്ന് എഴുതി, ഈ ആയത്ത് അതിൻ്റെ പ്രയോഗത്തിൽ പൊതുവായതാണെങ്കിലും ഇതിൽ സൂചിപ്പിക്കുന്നത് 7 ദരിദ്രരായ മുസ്ലിങ്ങളെയാണ്. അവർ ജിഹാദിന് പോകാൻ അത്യധികം വെമ്പൽ പൂണ്ടിരുന്നു. എന്നാൽ തങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം പൂർത്തിയാക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഹാജരായി തങ്ങൾക്ക് വേണ്ടി ഒരു വാഹന സൗകര്യം ഏർപ്പാട് ചെയ്തു തരാൻ അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു സൗകര്യവും ചെയ്യാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ദുഃഖമുണ്ടായി. അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവർ മടങ്ങിപ്പോയി. പറയപ്പെടുന്നു, അവർ പോയതിന് ശേഷം ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു 3 ഒട്ടകങ്ങൾ നൽകി. മറ്റു മുസ്ലിങ്ങൾ 4 ഒട്ടകങ്ങളും നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വ്യക്തിക്കും ഓരോ ഒട്ടകത്തെ വീതം നൽകി. ധനികരായിരുന്നിട്ടും യാത്ര ചെയ്യാനുള്ള മാർഗങ്ങളുണ്ടായിരുന്നിട്ടും ഒഴികഴിവുകൾ തേടിയവരുമായി ഈ ദരിദ്രരായ മുസ്ലിങ്ങളുടെ ആത്മാർത്ഥതയെ താരതമ്യം ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഈ സംഭവം വിവരിച്ചത്. ഒരു ഭാഗത്ത് ഈ ദരിദ്രരുടെ അവസ്ഥ, അവരുടെ ആവേശവും വികാരവും ഈമാനും, മറുഭാഗത്ത് ധനികരായ ആളുകൾ തങ്ങളെ മുസ്ലിങ്ങളെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കപടവിശ്വാസം നിറഞ്ഞവരായിരുന്നു. ഈ ആയത്തിൽ നിന്നൊരു കാര്യം കൂടി മനസ്സിലാക്കാം: യുദ്ധത്തിന് പോകാതെ മദീനയിൽ തങ്ങിയവരെല്ലാം കപടവിശ്വാസികളായിരുന്നില്ല. മറിച്ച് ചിലർക്ക് സാധനങ്ങളില്ലാത്തതിനാൽ പോകാൻ കഴിയാതെ വന്നു.
അവരിൽ ആത്മാർത്ഥതയുള്ള മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ യാത്രാ സൗകര്യമില്ലാത്തതിനാൽ അവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാം സിറിയയിലേക്ക് പോവുകയാണെന്ന പ്രഖ്യാപനത്തിൽ മുസ്ലിങ്ങൾ ആത്മാർത്ഥതയോടെയും ആവേശത്തോടെയും മുന്നോട്ട് വന്ന് ത്യാഗങ്ങൾ ചെയ്യുകയായിരുന്നു. ദരിദ്രരായ മുസ്ലിങ്ങളുടെ കൈവശം യുദ്ധത്തിനുള്ള സാധനങ്ങളെവിടെ? അവരുടെ അടുക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭരണകൂടത്തിൻ്റെ ഖജനാവും കാലിയായിരുന്നു. അവരുടെ സമ്പന്നരായ സഹോദരങ്ങൾക്ക് മാത്രമേ അവരെ സഹായിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനാൽ ഓരോ വ്യക്തിയും ത്യാഗത്തിൽ മറ്റൊരാളെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ദിവസം തൻ്റെ പണത്തിൻ്റെ ഭൂരിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സമർപ്പിച്ചു. അത് 1000 സ്വർണ്ണ ദീനാറായിരുന്നു. അവിടുന്ന് ഇത് വിവരിക്കുന്ന സമയത്ത് 25,000 രൂപ ആണ് എന്നതിന് ലക്ഷങ്ങളുടെ വിലയുണ്ട്. അതുപോലെ സഹാബികൾ തങ്ങളുടെ കഴിവനുസരിച്ച് സംഭാവന നൽകുകയും ദരിദ്രരായ മുസ്ലിങ്ങൾക്കായി വാഹനങ്ങളോ വാളുകളോ കുന്തങ്ങളോ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ത്യാഗം ചെയ്യാൻ ഉത്കടമായ ആവേശമായിരുന്നു സഹാബികൾക്ക്. ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജ്റ വന്ന വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന യമനിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഹാജരായി പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞങ്ങളെയും അങ്ങയുടെ കൂടെ കൊണ്ടുപോയാലും ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, അവിടെ എത്താനുള്ള സൗകര്യം മാത്രം ലഭിച്ചാൽ മതി. ഞാൻ നേരത്തെ ഓതിയ ഖുർആനിക വചനത്തിൽ ഇത്തരം ആളുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വലാ അലല്ലദീന ഇദാ മാ തൂക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി തവല്ലൗ വഅയുനുഹും തഫീസു മിനദ്ദമി ഹസനൻ അല്ലാ യജിദു മാ യുൻഫഖൂൻ. അതായത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന് ആ ആളുകളുടെ മേലൊരു കുറ്റവുമില്ല. അവർ നിന്റെ അടുക്കൽ വന്നത് അവർക്ക് അവിടെ എത്താൻ സാധിക്കുന്ന സൗകര്യങ്ങൾ നീ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ നീ അവരോട് പറഞ്ഞു, നിങ്ങളെ അവിടെ എത്തിക്കാൻ എൻ്റെ അടുക്കലൊരു സൗകര്യവുമില്ല. അപ്പോൾ അവർ നിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്ന് ഇസ്ലാമിക സേവനം ചെയ്യാൻ തങ്ങൾക്ക് ചെലവഴിക്കാൻ ഒരൽപ്പം പോലും ധനമില്ലല്ലോ എന്ന ദുഃഖത്തിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ ആളുകളുടെ നേതാവ് അബു മൂസ ആയിരുന്നു. ആ സമയത്ത് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ചോദിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ ഒട്ടകങ്ങളെയോ കുതിരകളെയോ ചോദിച്ചില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത്രമാത്രമാണ്, ഞങ്ങൾ നഗ്നപാതരാണ്, ഞങ്ങളുടെ കാലിൽ ചെരുപ്പോ ബൂട്ടോ ഇല്ല. ചെരുപ്പില്ലാതെ ഇത്രയും ദൂരമുള്ള യാത്ര നടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഞങ്ങൾക്കൊരു ജോഡി ചെരുപ്പുകൾ മാത്രം ലഭിച്ചാൽ മതിയാകും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ചെരുപ്പിട്ട് ഓടിച്ചെന്ന് ഞങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേരാൻ ഞങ്ങൾ എത്തിച്ചേരാം. ഇതായിരുന്നു ആ ആവേശം. ഈ യുദ്ധത്തിന് പോകുമ്പോൾ മദീനയിൽ പ്രതിനിധികളെ നിയമിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരാളെ തൻ്റെ പ്രതിനിധിയായി നിയമിച്ചു. ഇതിനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ കാണുന്നു. ഒരു അഭിപ്രായപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുഹമ്മദ് ഇബ്നു മസ്ലമയെ മദീനയിൽ തൻ്റെ അമീറായി നിയമിച്ചു. കൂടാതെ ഹസ്രത്ത് സ്വബാഹ ബിൻ ഉർഫ, ഹസ്രത്ത് അലി, ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമ്മെ മക്തൂം എന്നിവയുടെ പേരുകളും വരുന്നുണ്ട്. ഈ വിവിധ നിവേദനങ്ങളെ എങ്ങനെ യോജിപ്പിക്കാമെന്നും ഈ 4 പേരുകൾ യഥാർത്ഥത്തിൽ ശരിയാണോ എന്നും മനസ്സിലാക്കാനുള്ള ഒരു രീതി ഇതാണ്. ഈ 4 പേരെയും പ്രതിനിധികളായി നിയമിച്ചു. എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഹസ്രത്ത് അലിയുടെ ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാംഗങ്ങളെ ശ്രദ്ധിക്കലായിരുന്നു. ഹസ്രത്ത് മുഹമ്മദ് ഇബ്നു മസ്ലമ മദീനയിലെ ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമ്മെ മക്തൂമിൻ്റെ ചുമതല നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് വഹിക്കുക എന്നതായിരുന്നു. ഹസ്രത്ത് സ്വബാഹ ബിൻ ഉർഫയെ ആദ്യം മദീനയുടെ പൊതുകാര്യങ്ങളുടെ പ്രതിനിധിയായി നിയമിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിനു പകരം ഹസ്രത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ ചുമതലപ്പെടുത്തി. ഇതൊരു ദീർഘയാത്രയായിരുന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബാംഗങ്ങളെ പരിചരിക്കുന്നതിനും ഗാർഹിക ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഹസ്രത്ത് അലിയോട് മദീനയിൽ തന്നെ തങ്ങാൻ കൽപ്പിച്ചു. എന്നാൽ കുത്തുവാക്കുകൾ പറയുക എന്നത് പതിവാക്കിയ കപടവിശ്വാസികൾ ഹസ്രത്ത് അലിയെ മദീനയിൽ നിർത്തിയതിനെക്കുറിച്ച് മോശം സംസാരിക്കാൻ തുടങ്ങി. ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാരമായിരുന്നു, അതുകൊണ്ടാണ് അവിടുന്ന് കൂടെ കൊണ്ടുപോകാറുന്നത് എന്നവർ പറഞ്ഞു നടന്നു. ഈ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അല്ലെങ്കിൽ ചുറ്റുമുള്ള കപടവിശ്വാസികളെ കണ്ടപ്പോൾ ഹസ്രത്ത് അലിക്ക് ആശങ്ക തോന്നി.
അദ്ദേഹം ഉടൻ തന്നെ ആയുധമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹാജരായി. അവിടുന്ന് അപ്പോഴും മദീനയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ജുർഫ് എന്ന സ്ഥലത്ത് തങ്ങുകയായിരുന്നു. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു തൻ്റെ ആശങ്കയും പരിഭ്രമവും സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെ ഇടയിൽ വിട്ടുപോന്നിരിക്കുകയാണ്. ഞാൻ ശക്തനും കഴിവുമുള്ളവനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വാചകം പറഞ്ഞു. അത് ഹസ്രത്ത് അലിയുടെ മഹത്വത്തെയും പദവിയെയും പ്രോജ്വലിപ്പിക്കുന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലിയോട് പറഞ്ഞു, അലാ തർദ അൻ തകൂന മിന്നി ബി മൻസലത്തി ഹാറൂന മിൻ മൂസ ഇല്ലാ അന്നഹു ലൈസ നബിയുൻ ബാദി. അതായത്, ഓ അലി, നീ എനിക്ക് മൂസാക്ക് ഹാറൂനെ പോലാകുന്നതിൽ തൃപ്തനല്ലേ? ഒരു വ്യത്യാസം മാത്രം, എൻ്റെ ശേഷം നീ പ്രവാചകനല്ല. അതായത്, അത് മൂസ അലൈഹിസ്സലാം സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഹസ്രത്ത് ഹാറൂൻ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു പ്രവാചകനുമായിരുന്നു. നീയും എൻ്റെ പ്രതിനിധിയായിരിക്കും, പക്ഷേ പ്രവാചകനായിരിക്കില്ല. തബൂക്കിലേക്കുള്ള മുസ്ലിങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ട എല്ലാവിധ ബൗദ്ധിക മാർഗങ്ങളും സ്വീകരിച്ച ശേഷം പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. ഒരുക്കങ്ങൾ തുടങ്ങിയതു മുതൽ തബൂക്കിലേക്ക് പുറപ്പെടുന്നത് വരെ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥന തുടർന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത്തു ഫലൻ തുബദ് ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറിയ സമൂഹം നശിച്ചു പോയാൽ ഈ ഭൂമിയിൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല. കൗതുകമെന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ യുദ്ധമായ ബദർ യുദ്ധത്തിലും ഈ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശമുണ്ട്. അവിടുത്തെ ഈ അവസാനത്തെ യുദ്ധത്തിലും ഈ പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശമുണ്ട്. എന്തായാലും കടുത്ത ചൂടുള്ള കാലാവസ്ഥയിലും ദീർഘമായ യാത്രയിലും മറ്റ് നിരവധി പ്രശ്നങ്ങളിലും കപടവിശ്വാസികളുടെ പ്രചാരണങ്ങൾക്കിടയിലും 30,000 വരുന്ന ഒരു വലിയ സൈന്യം തയ്യാറാവുകയുണ്ടായി. ഇതിൽ 10,000 കുതിരപ്പടയാളികളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ ജീവിതത്തിൽ യുദ്ധത്തിനായി തയ്യാറാക്കിയ ഏറ്റവും വലിയ സൈന്യമായിരുന്നു ഇത്. സൈന്യത്തിൻ്റെ എണ്ണം വിവിധ നിവേദനങ്ങളിൽ വ്യത്യസ്തമായി പറയപ്പെടുന്നുണ്ട്. ഒരു നിവേദനം അനുസരിച്ച് 40,000 എന്നും അഭിപ്രായമുണ്ട്. മറ്റൊരു നിവേദനത്തിൽ 70,000 എന്നും സൈന്യത്തിൻ്റെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10,000 കുതിരകളോ ചിലരുടെ അഭിപ്രായത്തിൽ 12,000 കുതിരകളോ ഉണ്ടായിരുന്നു. ചരിത്രകാരന്മാർ 30,000 എന്ന കണക്കിനാണ് പ്രാമുഖ്യം നൽകുന്നത്. എന്നാൽ മിക്ക ചരിത്രകാരന്മാരും 30,000 എന്ന നിവേദനമാണ് ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കണക്ക് മാത്രമാണ്. കാരണം അക്കാലത്തെ യോദ്ധാക്കളെ എണ്ണാൻ രേഖകളോ രേഖാമൂലമുള്ള രജിസ്റ്ററുകളോ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്താണ് ഈ രീതി നിലവിൽ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോടും അറബി ഗോത്രങ്ങളിലെ ഓരോ ശാഖയോടും ചെറിയ പതാക അല്ലെങ്കിൽ വലിയ പതാക ഉണ്ടാക്കാൻ കൽപ്പിച്ചു. തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പതാക ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ് നൽകിയത്. കൂടാതെ ഹസ്രത്ത് സുബൈർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുലൈർ, ഹസ്രത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ചില നിവേദനങ്ങൾ അനുസരിച്ച് ഹസ്രത്ത് ഹബ്ബാബ് ബിൻ മുൻദിർ എന്നിവർക്കും പതാകകൾ നൽകുകയുണ്ടായി. ഈ സമയത്ത് യാത്രാസംഘങ്ങൾ പുറപ്പെടുമ്പോൾ വഴികളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു വഴികാട്ടിയെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു. വഴികാട്ടിയെ നിയമിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽക്കമാ ബിൻ ഫഗ്വ ഖുസായിയെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും വഴികാട്ടിയായി തിരഞ്ഞെടുത്തു. അവർക്ക് വഴികളെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. വേഗത്തിൽ ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമായിരുന്നു. ഹസ്രത്ത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിനായി വ്യാഴാഴ്ച പുറപ്പെട്ടു. അവിടുന്ന് വ്യാഴാഴ്ച യാത്ര പുറപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പൊതുരീതി അനുസരിച്ച് മദീനയിൽ നിന്ന് അല്പം അകലെയുള്ള സനിയത്തുൽ വിദാ എന്ന സ്ഥലത്ത് ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പുറപ്പെട്ടു. കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂൽ തൻ്റെ അവസാനത്തെ കപടതന്ത്രം എന്ന നിലയിൽ ഒരു സൈന്യവുമായി സനിയത്തുൽ വദായിൻ്റെ താഴെയുള്ള കോഹെ സുബ എന്ന മലയിൽ തമ്പടിച്ചിരുന്നു.
താനും മുസ്ലിങ്ങളോടൊപ്പം തബൂക്കിനായി തയ്യാറെടുക്കുകയാണ് എന്ന പ്രതീതി അയാൾ നൽകിയിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോട് തയ്യാറാകാൻ കൽപ്പിച്ചുടൻ അബ്ദുല്ലാ ഇബ്ൻ ഉബയ്യ് തൻ്റെ സൈന്യത്തോടൊപ്പം, അല്ലെങ്കിൽ അവൻ്റെ സൈന്യം അതൊരു വലിയ സംഖ്യയായിരുന്നു പറയപ്പെടുന്നുണ്ട്, മദീനയിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. അയാളിങ്ങനെ പറഞ്ഞു, ഈ മുസ്ലിങ്ങൾ റോമക്കാരുമായുള്ള യുദ്ധത്തെ ഒരു കളിയായി കരുതുകയാണ്. ഇതൊരു കളിയല്ല, റോം ഒരു വലിയ ഭരണകൂടമാണ്. ഇത്രയും കടുത്ത ചൂടിൽ ഈ സാഹചര്യങ്ങളിൽ ഇത്രയും ദൂരം യാത്ര പോകുന്നത് ബുദ്ധിയല്ല. അയാൾ പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരെ റോമക്കാരുടെ കൈകളിൽ തടവുകാരായി കാണുന്നു. ഇത് പറഞ്ഞ് അയാൾ തിരിച്ചുപോയി. മുസ്ലിങ്ങളുടെ ധൈര്യം കെടുത്തുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഒരുപക്ഷെ ചില മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപോകുമെന്നുമാണ് അയാൾ കരുതിയത്. എന്നാൽ പതിവ് പോലെ അയാൾ പരാജയപ്പെട്ടും നിരാശനായും കൊണ്ടാണ് മടങ്ങിയത്. ഉഹദ് യുദ്ധത്തിലും അയാൾ ഇത് തന്നെയാണ് ചെയ്തത്. അന്നും അയാൾ മുസ്ലിങ്ങളുടെ സൈന്യത്തോടൊപ്പം കുറച്ചു ദൂരം സഞ്ചരിച്ചു. എന്നിട്ട് വഴിയിൽ വെച്ച് തൻ്റെ 300 കൂട്ടുകാരുമായി തിരിച്ചുപോയി. അന്ന് മുസ്ലിങ്ങളുടെ ആകെ എണ്ണം 1000 ആയിരുന്നു. അത് 700 കുറഞ്ഞു. ഇത് അതിനേക്കാൾ വലിയ സൈന്യമായിരുന്നു. എന്തായാലും ഈ യുദ്ധത്തിൽ ഒരു അടിമ തൻ്റെ യജമാനൻ്റെ അനുമതിയില്ലാതെ പങ്കെടുക്കാൻ വന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അനുമതിയില്ലാതെ വന്ന ആ അടിമയ്ക്ക് താക്കീത് നൽകി. അവിടുന്ന് അയാളോട് പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സനിയത്തുൽ വിദായിൽ തങ്ങുമ്പോൾ ഒരടിമ ആയുധധാരിയായി വന്നത് കണ്ടു. അദ്ദേഹം തൻ്റെ യജമാനത്തിയുടെ അനുമതിയില്ലാതെ വന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. അവിടുന്ന് അയാളോട് ചോദിച്ചു. അവൻ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അവിടുന്ന് അവനോട് ചോദിച്ചു. അവൻ അനുമതി വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തിരിച്ചു പോവുക, നീ ഞങ്ങളോടൊപ്പം യുദ്ധത്തിൽ ചേരരുത്. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നരകത്തിൽ പോകും. അതായത് സത്യസന്ധരുടെയും വിശ്വസ്തരുടെയും ആവശ്യം ഇതാണ്, ഉടമസ്ഥൻ്റെ അനുമതി വാങ്ങണം. എന്തായാലും യുദ്ധത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത തവണയും ഞാൻ വിവരിക്കുന്നതായിരിക്കും. ഇനി ഞാൻ ചില മഹ്റൂമിങ്ങൾ അനുസ്മരിക്കുന്നതാണ്. അവരുടെ ജനാസ പിന്നീട് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒന്നാമത്തത് ഇന്തോനേഷ്യൻ ജമാഅത്തിലെ മുറബിയായിരുന്ന ബഹുമാന ഗുലാം മുഹിദ്ദീൻ സുലൈമാൻ സാഹിബ് കഴിഞ്ഞ ദിവസങ്ങളിൽ 67-ാം വയസ്സിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ഹാജി ദാമിനി സാഹിബ് 1932-ൽ മൗലാന റഹ്മത്ത് അലി സാഹിബിൻ്റെ കൈകളിലാണ് ബയ്യത്ത് ചെയ്തത്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മർഹൂം കൂടുതൽ പഠനത്തിനായി റബോയിലേക്ക് പോവുകയും ഉന്നത പഠനത്തിനായി റബോയിലേക്ക് പോവുകയും അവിടെ ജാമ്യയിൽ പ്രവേശനം നേടുകയും ചെയ്തു. റബോയിലെ ഫസൽ ഖാസ് എന്ന ബാച്ചിലായിരുന്നു പഠനം. 1985 ജൂലൈയിൽ അദ്ദേഹം ഷഹാദത്ത് അൽ അജാനി പരീക്ഷ പാസ്സായി ഇന്തോനേഷ്യയിലേക്ക് മടങ്ങി. അതിൽ ഖലീഫത്തുൽ മസീർ റാബിൻ്റെ കാലത്താണ് അദ്ദേഹം പാസ്സായത്. അദ്ദേഹത്തെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലും അവിടുത്തെ വിവിധ നഗരങ്ങളിലും നിയമിക്കുകയും മേഖലാ മുബല്ലിഗായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. അതുപോലെ കേന്ദ്ര കമ്മിറ്റികളിലും അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവന കാലയളവ് ഏകദേശം 40 വർഷമാണ്. അദ്ദേഹത്തിന് 2 ആൺമക്കളും ഒരു മകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മുസ്ലിഹുദ്ദീൻ എഹ്സാൻ സാഹിബ് മുറബി സിൽസിലയാണ്. അദ്ദേഹവും അവിടെ തന്നെ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെ അറിയുന്നവരും ബന്ധുക്കളും പങ്കുവച്ചത് അദ്ദേഹം ആത്മാർത്ഥതയും ലാളിത്യവും നിറഞ്ഞ അതിരില്ലാത്ത സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. തൻ്റെ ജീവിതം അഹ്മദിയ ജമാഅത്തിൻ്റെ ദീനീ സേവനത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. വിനയം, സൗമ്യത, തത്വദീക്ഷ എന്നിവ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിലും ലളിത സ്വഭാവത്തിലും ആകൃഷ്ടരാകാതിരുന്നില്ല. താലീം തർബിയത്ത് മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അദ്ദേഹം എപ്പോഴും അറിവിനൊപ്പം ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുകയും പുതിയ തലമുറയെ നല്ല സൽസ്വഭാവത്തിലും ഉറച്ച വിശ്വാസത്തിലും വളർത്തിയെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തു. തബ്ലീഗ് പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഹൃദയാത്മന പങ്കെടുത്തു. എപ്പോഴും ആത്മാർത്ഥതയോടെയും അന്തസ്സോടെയും സ്നേഹത്തോടെയും തൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ടിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് അഗാധമായ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത മാതൃകാപരമായിരുന്നു.
അദ്ദേഹം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. അവസാന നാളുകളിൽ വലിയ ക്ഷമയും സ്ഥൈര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചു. രോഗാവസ്ഥയിൽ പോലും ഒരു പരാതിയും അദ്ദേഹത്തിൻ്റെ നാവിലുണ്ടായില്ല. എപ്പോഴും കൃതജ്ഞതയുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു മർഹൂമിന് മഖ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് ബഹുമാന്യ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് സഹഗൽ സാഹിബാണ്. അദ്ദേഹം മുൾട്ടാൻ ജില്ലാ അമീറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നായിബ് വക്കീൽ അത്തസ്നീഫ് തെഹ്രീക്ക് ജദീദ് റബ്ബുവായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹവും കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അഹമ്മദത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് മുക്കറം മിയാം മുഹമ്മദ് ഉമർ സഹഗൽ സാഹിബ് വഴിയാണ്. അദ്ദേഹം 2ാം ഖിലാഫത്ത് കാലത്താണ് അഹമ്മദത്ത് സ്വീകരിച്ചത്. ഡോക്ടർ സാഹിബ് ഒരു PhD ഡോക്ടറായിരുന്നു. അദ്ദേഹം മെട്രിക്കുലേഷന് ശേഷം വഖഫ് ചെയ്തുകൊണ്ട് അത് മുസ്ലിം മൗദ് തആലാഹിൻ്റെ അടുക്കൽ തൻ്റെ ജീവിതം സമർപ്പിച്ചു. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തോട് വിദ്യാഭ്യാസം തുടരാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഫസൽ ഉമർ റിസർച്ച് സെൻറ്റർ സ്ഥാപിക്കാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസം തുടരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സയൻസിൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ആദ്യം MSc കെമിസ്ട്രി പൂർത്തിയാക്കി. അതിനുശേഷം ഇവിടെ UK നിന്ന് കെമിസ്ട്രിയിൽ PhD നേടി. അദ്ദേഹത്തിന് ലഭിച്ച മറ്റൊരു ബഹുമതി എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ നോബൽ സമ്മാന ജേതാവ് ആയിരുന്നു എന്നതാണ്. ആ സമയത്ത് അദ്ദേഹം തിരികെ വന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടനടി സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഹസ്രത്ത് മുസ്ലിം മൗദ് തആലാഹു അദ്ദേഹത്തെ അവിടെ നിയമിച്ചില്ല. അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, ജമാഅത്തിന് ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ എൻ്റെ കൂടെ ബിസിനസ്സിൽ പങ്കുചേരാൻ അദ്ദേഹത്തിന് അനുവാദം നൽകിയാലോ. അങ്ങനെ അദ്ദേഹം പിതാവിനൊപ്പം ബിസിനസ്സിൽ ചേർന്നു. അതോടൊപ്പം വിവിധ നിലകളിൽ ജമാഅത്ത് സേവനം ചെയ്യാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഏകദേശം 14-15 വർഷക്കാലം മുൾട്ടാൻ ജില്ലാ അമീറായി സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അതുപോലെ ഫുർഖാൻ ഫോഴ്സിലും അദ്ദേഹം അംഗമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിൻ്റെ കാലത്ത് കൊൽക്കത്തയിലെ 2 കുടുംബങ്ങൾ തമ്മിൽ ഒരു നീണ്ട തർക്കമുണ്ടായിരുന്നു. ആ കുടുംബക്കാർ അദ്ദേഹത്തിന് ബന്ധുക്കളുമായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഒരു കമ്മീഷൻ രൂപീകരിച്ച് അദ്ദേഹത്തെ അവിടേക്ക് അന്വേഷണത്തിനായി അയച്ചു. അദ്ദേഹം വളരെ വിവേകത്തോടെ ആ പ്രശ്നം പരിഹരിക്കുകയുണ്ടായി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ബന്ധുത്വത്തെ പരിഗണിക്കില്ലെന്നും വളരെ സത്യസന്ധമായ തീരുമാനമെടുക്കുമെന്നും എനിക്കറിയാം. അതുപോലെ തന്നെയാണ് സംഭവിച്ചതും. 1991 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം യുഗാണ്ടയിലും പോയി. അവിടെ ഒരു ഓയിൽ മിൽ സ്ഥാപിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അവിടെ ഓയിൽ മിൽ സ്ഥാപിച്ചു. അതുപോലെ ആഫ്രിക്കയിലെ മറ്റ് 3 രാജ്യങ്ങളിലും ഒരു യൂറോപ്യൻ രാജ്യത്തും ചില ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയുണ്ടായി. അവയെല്ലാം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. അദ്ദേഹം സ്വന്തമായി ബിസിനസ് ചെയ്തിരുന്നപ്പോഴും മുൾട്ടാനിൽ അദ്ദേഹത്തിന് വലിയ ഭക്ഷ്യ എണ്ണമേലുണ്ടായിരുന്നു. ഒരു ചിന്ത അദ്ദേഹത്തിൽ എപ്പോഴും പ്രബലമായിരുന്നു. ഞാൻ വഖഫ് ജിന്ദഗിയാണല്ലോ. തൻ്റെ ബിസിനസ് തിരക്കുകൾ പോലും അദ്ദേഹം ജമാഅത്ത് കാര്യങ്ങൾക്കായി മാറ്റിവെക്കുമായിരുന്നു. എന്തായാലും 2003 അദ്ദേഹം എനിക്ക് എഴുതുകയുണ്ടായി, ഇനി ഞാൻ പൂർണ്ണമായി വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ബാക്കിയുള്ള ജീവിതം സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ അദ്ദേഹത്തെ തെഹ്രീക്ക് ജദീദിൽ നായിബ് വക്കീൽ അത്തസ്നീഫായി നിയമിച്ചു. അദ്ദേഹം വിദ്യാസമ്പന്നനും മികച്ച വ്യക്തിത്വവും മതപരമായ അറിവുള്ളവനുമായിരുന്നു. അതിനാൽ അദ്ദേഹം ആ ജോലി വളരെ വിവേകത്തോടെ നിർവഹിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മഹ്മൂദ് സഹഗൽ സാഹിബ് പറയുന്നു, സജീവവും ലക്ഷ്യബോധമുള്ളതും ആരാധന നിറഞ്ഞതുമായ ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. ഖുർആൻ പാരായണം ചെയ്യുന്നതും അതിലെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഗുണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചവരിൽ അധികം പേരും പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ സൗമ്യതയും വാത്സല്യവും നിറഞ്ഞു നിന്നു എന്നതാണ്. ആത്മാർത്ഥതയുടെ വികാരത്താൽ നിറഞ്ഞു നിന്നിരുന്നു. ആത്മാർത്ഥമായ വികാരത്താൽ നിറഞ്ഞു നിന്നിരുന്നു. സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശ രീതിയും ശിക്ഷണശൈലിയും വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഞങ്ങളുടെ പോയും ജമാഅത്തിൻ്റെ വ്യവസ്ഥിതിയെ അനുസരിക്കാൻ ഉപദേശിക്കുമായിരുന്നു.
നിങ്ങളുടെ അഭിപ്രായം ശരിയായ ഫോറത്തിൽ മാത്രം പറയുക. എല്ലാ സ്ഥലത്തും സംസാരിക്കരുത്. എന്തെങ്കിലും തിരുത്തേണ്ടത് നിങ്ങൾ കണ്ടാൽ പോലും അങ്ങനെ ചെയ്യുക. നിങ്ങൾ ആളുകളിലേക്കോ ഭാരവാഹികളിലേക്കോ നോക്കരുത്. നിങ്ങൾ ഖലീഫയെയാണ് ബയ്യത്ത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഖലീഫയോട് സംസാരിക്കുക, അദ്ദേഹത്തോടുള്ള വിശ്വസ്തതയുടെ വാഗ്ദാനം പൂർത്തീകരിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പാപമോചനവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് ബഹ്മാൻ ബുഷ്ര പർവേസ് മിൻഹാസ് സാഹിബയാണ്. അവർ US പർവേസ് മിൻഹാസ് സാഹിബിൻ്റെ ഭാര്യയായിരുന്നു. അവരും കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചൗധരി ഫസൽ അഹമ്മദ് സാഹിബ് കരീംനഗർ നുസ്രതാബാദിലെ ജമാഅത്ത് ഫാമുകളുടെ മുൻ മാനേജറാണ് അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു അവർ. വിവാഹത്തിന് മുമ്പ് അവർ ഹൈദരാബാദിൽ സിന്ധ് ലജനയിൽ ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് റാവൽപിണ്ടിയിൽ താമസിച്ചു. അവിടെയും സേവനം ചെയ്യാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഭർത്താവിനോടൊപ്പം അമേരിക്കയിലേക്ക് പോയപ്പോൾ അവിടെ തൻ്റെ ഹൽക്കയുടെ വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചു. ഹൈദരാബാദ് പിണ്ടിയിൽ അവർ സജനയുടെ പ്രസിഡൻ്റായിരുന്നു. അവർ നോമ്പും നമസ്കാരവും കൃത്യമായി അനുഷ്ഠിക്കുന്ന, തഹജ്ജുദ് നമസ്കരിക്കുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, ഖിലാഫത്തിനെ സ്നേഹിക്കുന്ന, അതിഥി സൽക്കാരം ചെയ്യുന്ന, സൗഹൃദം കാണിച്ചിരുന്ന, ഉപകാരം ചെയ്യുന്ന, പാവപ്പെട്ടവരെ സഹായിക്കുന്ന വളരെ നല്ല ആത്മാർത്ഥതയുള്ള വനിതയായിരുന്നു. ചന്തകളിൽ കൃത്യമായി സാമ്പത്തിക ത്യാഗം ചെയ്ത് മുന്നോട്ട് വരുന്ന ആളായിരുന്നു. ഖിലാഫത്തുമായി അവർക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. അവരെപ്പോഴും കത്തെഴുതുകയും എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. മർഹൂം മൂസിയായിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, പക്ഷെ മറ്റുള്ള കുട്ടികളുടെ വളരെ വലിയ വാത്സല്യം കാണിച്ചിരുന്നു. അള്ളാഹു അവർക്ക് പാപമോചനവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.